ഓക്കെ, അപ്പോൾ നമ്മൾ GOC റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ പാർട്ട് 8 എന്താണ് ഞാൻ ഇന്നത്തേക്ക് ഞാൻ പറഞ്ഞ ഒരു ഓർത്തോ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല. ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ടോപ്പിക്കാണ്. സോ ഇത് ബോർഡ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിന് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഓർത്തോ എഫക്റ്റിൻ്റെ മുകളിൽ ആക്ച്വലി നിങ്ങൾ ഇത് വലിയ രീതിക്ക് പഠിക്കുന്നില്ല, പക്ഷേങ്കിൽ ഇതിനെക്കൊണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എക്സാമിന്. പിന്നെ അതേപോലെ ബേസിക് എഫക്റ്റ്, ഓക്കെ ബേസിക് എഫക്റ്റ് ഉണ്ട്. അതിനുശേഷം ഞാൻ അടുത്ത ഇതിൽ ആറോമാറ്റിസിറ്റി ഉണ്ട് ടോപ്പിക്ക്, പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ആറോമാറ്റിസിറ്റി, ഡാൻസിങ് റെസനൻസ്, ഇത് കുറച്ചും കൂടി എൻട്രൻസിന് വേണ്ട ആൾക്കാർക്കാണ് ഡാൻസിങ് റെസനൻസ്. പിന്നെന്താ സ്റ്റെബിലിറ്റി ഓഫ് ആനിയോൺ, അതേപോലെ കോമ്പൗണ്ട് ഷോയിങ് ഹൈപ്പർ കോൺജുഗേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീന്, പിന്നെന്താ ടോട്ടോമറിസം, പിന്നെ കീറ്റോ ഈനോൾ ഇക്വിലിബ്രിയം, പിന്നെന്താ കോമ്പൗണ്ട് ഷോയിങ് ടോട്ടോമറിസം, ഞാൻ പറയുന്നത് കീറ്റോയിനിൽ ഇക്വിലിബ്രിയം, പിന്നെ ബ്രെഡ്സ് റൂൾ എന്ന് പറയുന്ന റൂളുണ്ട്. അത് വല്ലാണ്ട് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ബൈസൈക്ലോ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടും സൈക്ലോ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടും പഠിക്കുന്ന ഒരു സംഭവം. അത് നോക്കാം നമുക്ക് ഏതായാലും. അവിടെ പോയി ഓർത്തോ എഫക്റ്റ്. ഓക്കെ, ഓർത്തോ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാ, ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഐസോമർ ഓഫ് എവറി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഇത് ബേസിക്കലി ബെൻസോയിക് ആസിഡിലാണ് പൊതുവെ കാണുന്നത്. ബെൻസോയിക് ആസിഡ് വെദർ ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഇസ് ഇലക്ട്രോൺ റിലീസിങ്, രണ്ട് ഗ്രൂപ്പുണ്ടല്ലോ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഉണ്ട്, ഇലക്ട്രോൺ റിലീസിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ എന്താ ഇസ് റിലേറ്റീവ്ലി മോർ സ്ട്രോങ്ങർ ദൻ ദ കൊറസ്പോണ്ടിങ് പാര ആൻഡ് മെറ്റ ഐസോമർ. അതായത് ഏതെല്ലാം പൊസിഷൻ നമ്മളിപ്പോൾ ബെൻസീൻ റിങ് വരച്ച് എന്നിട്ട് ഇത് അതായത് ഇപ്പോൾ COOH ഇവിടെ സ്ഥാപിച്ച് അതിനെ അവിടെ ഫിക്സ് ചെയ്ത് ഇതിനെ അതിൻ്റെ ഓർത്തോ പൊസിഷൻ എന്ന് പറയും വിത്ത് റെസ്പെക്ട് ടു ദിസ്. ഇതിൻ്റെ ഓർത്തോ പൊസിഷൻ ഈ പറയുന്ന ഇവിടെ ആക്ച്വലി ഞാൻ വരച്ച ഒരു ശരിയായിട്ടില്ല, ഒന്നും കൂടി ഞാൻ വരക്കാം. അതായത് ഓക്കെ COOH ഇതിന് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓർത്തോ പൊസിഷൻ, മെറ്റാ പൊസിഷൻ, പാരാ പൊസിഷൻ. അപ്പോൾ ഈ ഓർത്തോ എഫക്റ്റിൽ പറയുന്നത് എന്താണ്, നമ്മൾ ഈ മെറ്റയിലും പാരയിലല്ലോ ഇലക്ട്രോൺ ഡൊണേറ്റിങ്ങോ ഇലക്ട്രോൺ വിഡ്രോയിങ്ങോ ഗ്രൂപ്പ് വെക്കുന്നതിനെക്കാട്ടും ഈ COH ഇവിടെ വരുന്ന സമയത്ത് ഈ മെറ്റയിലും പാരയിലും വെക്കുന്നതിന് പകരം ഒന്നിക്കലും ഇവിടെ ഒരു NO2, അത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, പിന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് ഒരു CH3. അപ്പോൾ ഇതിനെന്തായാലും കുറച്ചും കൂടി എഫക്റ്റ് കുറച്ചും കൂടി ജാസ്തി ഉണ്ടാവും ഏത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗോ റിലീസിംഗ് ഗ്രൂപ്പിൽ ഈ പൊസിഷനിൽ വെക്കുന്നതിന് പകരം ഓർത്തോ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇതിൻ്റെ പേര് ഓർത്തോ എഫക്റ്റ് എന്ന് തരാം. കാരണം ഓർത്തോ പൊസിഷനിലാണ് ഈ പറയുന്ന ഒരു പ്രതിഭാസമില്ല ഫെനോമിനോൺ കാണാൻ പറ്റുന്നത്. അതിൻ്റെ റീസൺ ആക്ച്വലി പറയുന്നത് ഡ്യൂ ടു സ്റ്റെറിക് ഹിൻഡറൻസ് ബിറ്റ്വീൻ ബൾക്കി ഗ്രൂപ്പ് ഓഫ് CO-, അതായത് ഇപ്പോൾ COH എന്ന് പറയുന്നത് എങ്ങനെ വെക്കുന്നത് COO-HL. അപ്പോൾ ഇത് വലിയ എന്ന് പറയുന്നത് തടിച്ചൊരു ഗ്രൂപ്പാണ്. ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ മൊത്തം ഇയാളെ കൊണ്ട് കളിയാണ്. ഇപ്പോൾ C OH എന്നെല്ലാം പറഞ്ഞിട്ട് ഇത് വലിയൊരു ഗ്രൂപ്പ്. നിങ്ങൾ കാണുന്നത്ര സിമ്പിളായിട്ടുള്ള സാധനമല്ല, നല്ല അത്യാവശ്യം വണ്ണമുണ്ട് ഇതിന്. റൊട്ടേഷൻ ഓഫ് COO- ടേക്സ് പ്ലേസ്. അപ്പോൾ ഇത് കറങ്ങുന്നുണ്ട്. നൗ CO- ഇസ് ഔട്ട് ഓഫ് പ്ലെയിൻ ഓഫ് ബെൻസീൻ. അപ്പോൾ എന്താവും, ഇതിങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ ഇത് ബെൻസീൻ്റെ ഒരു ആക്സസ് ഓഫ് ഒരു പ്ലെയിൻ ഉണ്ടാവും, ഇതിൻ്റെ XYZ പ്ലെയിൻ എന്നെല്ലാം പറയുന്നത്. എന്നിട്ട് എന്താവും, ഇത് ഡിസ്ലോക്കേറ്റ് ചെയ്യും, ഇതിൻ്റെ പ്ലെയിന് മാറിപ്പോയി CO-. അപ്പോൾ എന്താ അവിടെ എന്ത് സംഭവിക്കില്ല. അപ്പോൾ നമ്മളെ ഈ ബെൻസോയിക് ആസിഡിലും പൊതുവെ വരുമ്പോൾ മറ്റേ പ്ലസ് ആർ എഫക്റ്റേ കാണിക്കില്ല. പക്ഷേ എന്ത് നടക്കില്ല, ഇനി ആ ബെൻസീൻ റിങ്ങിൽ പ്ലസ് ആർ എഫക്റ്റ് ബെൻസീൻ റിങ്ങിന് നടക്കില്ല ഈ റൊട്ടേഷൻ കാരണം. ഇതാണ് ആക്ച്വലി ഓർത്തോ എഫക്റ്റിൽ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ല, COO- അല്ലെങ്കിൽ COH ഗ്രൂപ്പ്. ഈ ഓർത്തോ പൊസിഷനിൽ എന്താണ് G വെച്ച്, G ഇസ് എ കോമൺ നെയിം. കോമൺ നമ്മൾ ജനറലായിട്ട് കൊടുക്കുന്നത്. G ക്യാൻ ബി ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം, ഹാലൻസ് ആവാം, അല്ലെങ്കിൽ OR എന്ന് പറയുന്ന ഈതർ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ നൈട്രോ ഗ്രൂപ്പ്, പിന്നെ ഇതെന്തായിരുന്നു ആൽഡിഹൈഡ് ഗ്രൂപ്പ്, പിന്നെ വേണമെങ്കിൽ ഇവിടെ ആസിഡിൻ്റെ ഗ്രൂപ്പ് തന്നെ വരാം. അപ്പോൾ നമ്മൾ നൈട്രോ ബെൻസോയിക് ആസിഡ്സിൽ നോക്കുന്ന സമയത്ത് ഈ ഓർത്തോ എഫക്റ്റാണ് ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓർത്തോ ഗ്രേറ്റർ ദാൻ പാര ഗ്രേറ്റർ ദാൻ മെറ്റാ ഗ്രേറ്റർ ദാൻ ഈ ബെൻസോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ നോർമൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ എന്തോ ഇല്ല, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തതാണ് ഈ പറഞ്ഞ നോർമൽ ബെൻസോയിക് ആസിഡ്. പിന്നെയാണ് അതിലും കുറച്ചും കൂടി ജാസ്തി ആയിരിക്കും ഉണ്ടാവും ഈ പറഞ്ഞ മെറ്റൈൻ ഉണ്ടാവും, കുറച്ചും കൂടി ജാസ്തി പാരൻ ഉണ്ടാവും, ഏറ്റവും ഹയസ്റ്റ് ഓർത്തോനായിരിക്കും. ഇവിടെ എല്ലാം കേസ് അതിനെ ഹൈഡ്രോക്സി ബെൻസീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്ത് വന്ന് OH വന്ന്. ഇതിന് ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്തായിരുന്നു പറയുന്നത്, സാലിസിലിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഓർത്തോ പൊസിഷൻ, പിന്നെ മെറ്റ, പിന്നെ ബെൻസോയിക് ആസിഡ്, പിന്നെ അതിൻ്റെ പാരാ പൊസിഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ആക്ച്വലി റിലേറ്റീവ്ലി മോർ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി എന്തിൻ്റെ ഓർഡറാണ്, ഇതിൻ്റെ സ്റ്റെബിലിറ്റീൻ്റെ ഓർഡറാണ് ആക്ച്വലി പറയുന്നത്. സ്ട്രെങ്ത്, അതായത് മോർ സ്ട്രോങ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് അല്ല, അപ്പോൾ സ്റ്റെബിലിറ്റിയാണ് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റെബിലിറ്റീൻ്റെ ഓർഡർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ക്ലോറോ ബെൻസോയിക് ആസിഡ് ഇവിടെ OH ഇവിടെ CL വന്ന്, ഹാലജൻ കേരിയൽ എന്താ സ്ഥിതി, ഓർത്തോ മെറ്റ പാര, പിന്നെ ലീസ്റ്റ് ബെൻസോയിക് ആസിഡ്. അതേപോലെ മീതയിൽ, അതായത് ഇവിടെ OH CL എന്നാലും CH3 വെച്ച് വരപ്പോൾ എന്താ സംഭവിക്കുക, ഓർത്തോ പിന്നെ ബെൻസോയിക് ആസിഡ്, പിന്നെ കുറച്ചും കൂടി കുറവ് സ്റ്റെബിലിറ്റി മെറ്റൈൻ ആയിരിക്കും, ലീസ്റ്റ് സ്റ്റെബിലിറ്റി പാരക്കായിരിക്കും.
അപ്പോൾ ഇതിൽ ചിലതിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഓർത്തോ എല്ലാത്തിലും ഫസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ എന്താണ് ഈ പാരിയും മറ്റേ ബെൻസൈക്കിലെ ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ഇത് വേണ്ടിക്ക് ലിങ്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസിൻ്റെ ലാസ്റ്റ് എഫക്റ്റ്. അപ്പോൾ എന്താ ബേസിക് നേച്ചർ, എസിഡിക് നേച്ചർ നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ബേസിക്കിനെ പറ്റി പറയാം. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് ആക്ച്വലി എന്താണ് ഈ പറഞ്ഞ, അതായത് ഒരു H+ എന്ന് പറയുന്ന എന്താണ് ഒരു ഗ്രൂപ്പിനെ ഒരു പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, നമ്മളതിൽ പറഞ്ഞ H+നെ റിമൂവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് എസിഡിറ്റി കണക്കാക്കുന്നത്. അതിൻ്റെ എത്രത്തോളം പെട്ടെന്ന് അതിന് ആ ബോണ്ട് പൊട്ടിച്ചിട്ട് H+നെ റിലീസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ HCl ആണെങ്കിൽ പെട്ടെന്ന് ഈ ബോണ്ട് ഇവിടുന്ന് പൊട്ടിച്ചിട്ട്, കാരണം ഇതിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഇയാൾ ഇലക്ട്രോൺസും കൊണ്ട് അടിച്ചു മാറിപ്പോൾ ഇയാൾ ഇലക്ട്രോൺസ് കുറഞ്ഞതിൻ്റെ സങ്കടത്തിൽ പുറത്തു പോകും. അപ്പോൾ ഇതുകൊണ്ടല്ലേ ഇതിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിന് ഒരിക്കലും ഹൈഡ്രോക്ലോറിക് ബേസ് നമ്മൾ വിളിക്കില്ലല്ലോ, ഇപ്പോൾ ആസിഡാണ്. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് NH3 എന്നെല്ലാം പറയുന്ന അമോണിയ പോലത്തെ സാധനങ്ങൾ എന്താണ് ബേസാണ് ഈ പറഞ്ഞ, അല്ലെങ്കിൽ KOH, ദീസ് ആർ ഓൾ ബേസസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് NH3. അപ്പോൾ എന്തുണ്ട്, നമ്മൾ നൈട്രജൻ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് എന്താണ് ഇതാണ്. അപ്പോൾ എന്താ, അപ്പോൾ ഇങ്ങനെ എന്താണ് ഇതിനൊരു എക്സ്ട്രാ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാണ്ട് ഇത് H+ന് എന്താണ് 2 ഇലക്ട്രോൺസ് വേണം, എന്നാൽ ഇയാൾ കുറച്ചും കൂടി സ്റ്റെബിലിറ്റിയിലേക്കും. ഇപ്പോൾ NH2 നിൽക്കുന്ന ആൾ, അപ്പോൾ നിങ്ങൾ നോക്ക് ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആക്ച്വലി അമോണിയ ഫോർം ചെയ്യുന്നുണ്ടാവുക. എന്താണ് ഇയാൾ തൻ്റെ ഇലക്ട്രോൺസ്, അതായത് എന്ന് പറയുന്നത് ഇയാൾക്ക് കൈ കാണിച്ചു വിടുക, എൻ്റെ ഒപ്പരം കൂടിക്കോ, എന്താണ് ഞാൻ എനിക്ക് സഹായം ചെയ്തായിരുന്നു പറഞ്ഞിട്ട് ഈ ആളെ സ്വീകരിച്ച്. അപ്പോൾ ഈ NH2 എന്നുള്ളത് ഇയാളും കൂടി സ്വീകരിച്ചിട്ട് എന്തായി മാറി NH3. യെസ്, ഈ കോമ്പൗണ്ട് ഇപ്പോൾ സ്റ്റേബിളായി ന്യൂട്രൽ മോളിക്കലായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ ഈ ചാർജ് 2 പ്ലസും മൈനസെല്ലാം കൂടി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു മൈനസ് ചാർജ് കൂട്ടിക്കോ ഈ 2 ഇലക്ട്രോൺസിലുണ്ട്. ഈ പ്ലസും മൈനസും കൂടി ബാലൻസ് ആയിട്ട് ഇതിപ്പം എന്താണ് ന്യൂട്രൽ കോമ്പൗണ്ടായിട്ട് മാറി. ഇതാണ് ദ ഫോർമേഷൻ ഓഫ് അമോണിയയിൽ നമുക്ക് പൊതുവെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ എബിലിറ്റി, അതായത് ഒരു പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യുന്ന എബിലിറ്റീനെ നമ്മൾ എത്രത്തോളം ഇതിന് നന്നായിട്ട് എന്താണ് അതിന് സ്വീകരിക്കാൻ പറ്റുന്നത്, ആ എബിലിറ്റി നമ്മൾ ബേസിസിറ്റി എന്നല്ല ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇത് മുൻപും പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ എന്താണ് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. അപ്പോൾ അതേപോലെ ഇതിൻ്റെ കുറച്ച് നമുക്ക് ട്രെൻഡ്സ് നോക്കാം. ബേസിക് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രോൺ ഡെൻസിറ്റി. ഇത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താണ് പബ്ലിക് എക്സാമിന് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അത് എന്താണ് ഇവിടെ ഇതെല്ലാം എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഇതിലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ട് ഞാൻ കാണിച്ചു തരാം, അത് ഏടിയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുമെന്നില്ല. അതേപോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിനോട് എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ NH2, അതേപോലെ ഇപ്പോൾ നമ്മൾ റെസൊണൻസിനെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് CH3 ഭയങ്കര വിശാല മനസ്സിലാണ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഈ പറഞ്ഞ ഇലക്ട്രോൺസിന് അതിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇയാൾ കൂടുതൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യുന്ന പറയുന്നത് സംഭവിക്കുന്നത് ഇതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വലുപ്പം, അതിങ്ങനെ ഇലക്ട്രോൺസിൻ്റെ ആ വലുപ്പം ഇങ്ങനെ കൂടിക്കൂടി വരിക. ഇത്ര കുഞ്ഞ് മുട്ട് പോലത്തെ സാധനം ഇയാൾ ഇലക്ട്രോൺസിന് കൊടുക്കുമ്പോൾ നല്ല വലുപ്പത്തിലായിട്ട് മാറും, അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി എങ്ങനെ കൂട്ടുക, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്, അതായത് കൂടുതൽ ഇലക്ട്രോൺസ് കൊടുക്കുമ്പോൾ എന്തായിക്കോളും, അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിക്കോളും. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അതേ സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരു NO2 ഇവിടെ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, വിശാല മനസ്കനല്ല സ്വാർത്ഥനാണ്. അപ്പോൾ തൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസിനെ വലിക്കും. അപ്പോൾ ഇതിനെന്താവും, ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു നല്ല രീതിയിൽ വലുപ്പത്തിൽ നിൽക്കുന്ന എന്താവും, ഇങ്ങനെ വെറും മൊട്ടായിട്ട് മാറും. എന്ന് പറയുന്നത് അതിന് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു പോകും. അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ NO2 പോലത്തെ പിഷ്കന്മാർ, പിഷ്കന്മാർ എന്നല്ല ആർത്തിയിലെ സ്വഭാവമുള്ള ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചിട്ട് ഇത് ലോൺ പെയർ ആണ്. അപ്പോൾ പിന്നെ ഇയാളൊന്നും നോക്കില്ല, നേരെ ഇലക്ട്രോൺസിനെ പിടിച്ച് വലിക്കാൻ നോക്കുന്നത് അതിൻ്റെ അടുത്തേക്ക്. ഇതാണ് ഇവരെല്ലാം ഈ പഹയന്മാരെല്ലാം പ്രശ്നം എന്ന് പറയുന്നത്. അതേപോലെ അപ്പോൾ എന്താ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ +R എഫക്റ്റ് അല്ലേ +I എഫക്റ്റ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് -R അല്ലേ -M, പിന്നെന്താ -I എഫക്റ്റ്. വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ബേസിക് സ്ട്രെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസൊണൻസ് നടക്കുന്ന മോളിക്യൂൾസിൽ. ഇപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഏത് കോമ്പൗണ്ട്, അനിൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് ലെസ് ബേസിക് ആയി പോകുന്നത് കമ്പയർ ടു അമോണിയ. അതായത് ദിസ് ഈസ് ലെസ് ബേസിക് ദെൻ അമോണിയയുടെ ബേസിസിറ്റീൻ്റെ ഓർഡറിൽ നോക്കുമ്പോൾ ഇതിൻ്റെ അമോണിയനെക്കാട്ടും കുറവ് ബേസിക്കാണ് ആര് എന്ന് പറയുന്നത്, അനിലിൻ എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി ഞാൻ പറഞ്ഞ നിങ്ങളെ ബോർഡ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ. വൈ ഈസ് അമോണിയ മോർ ബേസിക് ദെൻ അനിലിൻ, അല്ല വൈ ഈസ് അനിലിൻ ലെസ് ബേസിക് ദെൻ അമോണിയ. സ്ഥിരം എക്സാമിന് 2 മാർക്കിനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏത്. അപ്പോൾ നിങ്ങളെന്ത് ആൻസർ എഴുതി കൊടുക്കുമോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ റെസൊണൻസ് എഫക്റ്റ് ഒക്കെ എന്ത് സംഭവിക്കുക, അതായത് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺസ് ഷിഫ്റ്റായി, എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോയി, എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞും പറഞ്ഞ് കളിക്കുന്നുണ്ടല്ലോ, ഡാൻസ് ചെയ്ത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നല്ലൊരു ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇവിടെ എച്ച് പ്ലസ് ഇങ്ങനെ കാത്തിരിപ്പുണ്ട് നമ്മളെ ഇയാൾ സ്വീകരിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്താ ഇവിടെ ചങ്ങായി ഇയാളെ ഇലക്ട്രോൺസിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കളിക്കും. അന്നേരം പറയും ഇവിടെ എച്ച് പ്ലസ് എനിക്കിപ്പോൾ എന്ന് പറയുന്നത് സ്വീകരിക്കാനും സമയമില്ല, ഇനി വേറെ എപ്പെങ്കിലായിട്ട് വന്നോ, ഇവിടെ അല്ലെങ്കിൽ എൻ്റെ ഇലക്ട്രോൺസിന് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിച്ചിട്ട് എൻ്റെ തിരക്കില്ല, അതുകൊണ്ട് ഇന്നെ ഇപ്പോൾ സ്വീകരിക്കാൻ സമയമില്ല. ഈ റീസൺ കൊണ്ടാണ് ആക്ച്വലി എന്തായി പോകുന്നത്, ഇത് ലെസ് ബേസിക് ആയിട്ട് മാറുന്നത് കമ്പയർ ടു ഇത് അമോണിയ. അവിടെ ജസ്റ്റ് NH2 ഗ്രൂപ്പ് ആകുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇലക്ട്രോൺസ് വേറെ അങ്ങോട്ട്, ഇവിടെ എന്താണ് നമ്മുടെ ബെൻസീൻ റിംഗ് ഒന്നുമില്ല, അപ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, ആ റെസനൻസ് തിരിഞ്ഞും പറഞ്ഞും കളി സംഭവിക്കുന്നില്ല. അപ്പോൾ എന്താ പെട്ടെന്ന് H+ പറഞ്ഞ് ഇയാൾ സങ്കടത്തിലേക്കുന്ന നേരെ NH ഒന്നും നോക്കിയില്ല, അയാളെ കയറിയിട്ട് അറ്റാക്ക് ചെയ്ത് എന്നിട്ട് എന്തായി മാറി NH3 എന്ന് പറയുന്നത് നമ്മൾ അമോണിയായിട്ട് മാറി. ഇതുകൊണ്ട് ദിസ് ഇസ് മോർ ബേസിക് ദാൻ ഏതെന്ന് പറയുന്നത് അനിലിൻ എന്ന് പറയുന്നത്. ഇത് അപ്പോൾ നിങ്ങൾ എന്താ എഴുതി കൊടുക്കേണ്ടത്, ദ ലോൺ പെയർ ഓൺ അനിലിൻ ഇസ് ലെസ് അവൈലബിൾ ആസ് എ ബേസ്. അപ്പോൾ അതിന് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ഇൻ ഏത് റെസനൻസ് ഓഫ് ദ ബെൻസീൻ റിംഗ്. അതുകൊണ്ടാണ് ദിസ് ബിക്കം ലെസ് ബേസിക് ദാൻ അമോണിയ. അതുകൊണ്ടാണ് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റെസനൻസ് എന്ന് പറയാൻ കാരണം. ഇവിടെ റെസനൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ റെസനൻസ് കൂടുമ്പോൾ എന്താവും ബേസിക് സ്ട്രെങ്ത് കുറയും. ഇപ്പോൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇതിൻ്റെ ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞെന്നില്ല ഈ റെസനൻസ് കാരണം. അതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റിയാണ്. അതേപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഫ്ലൂറിൻ പോലത്തെ ഗ്രൂപ്പെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ആക്സ് അതിനത്ര നല്ലൊരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം അതിന് നല്ല ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കുറയും ബേസിക് സ്ട്രെങ്ത്തും കുറയും. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ സംഭവം ആക്ച്വലി ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ലോൺ പെയർ ലോക്കലൈസ്ഡ്. അതായത് ഈ പറഞ്ഞ NH2 ഇവിടെ ഫിക്സഡ് ആണ്. ലോക്കലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഫിക്സഡ്, ഡീലോക്കലൈസ്ഡ് എന്ന് പറയുമ്പോൾ നോട്ട് ഫിക്സ്ഡ്. ഫിക്സ്ഡ് അല്ല ഇങ്ങനെ കറങ്ങി തിരിഞ്ഞും പറഞ്ഞെല്ലാം കളിക്കുന്നത്. നമ്മളെ വീട്ടിലെ മറ്റേ ചെറിയ കുഞ്ഞുങ്ങളാതിരി അവരൊന്നും ഒരിക്കലും ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞിരിക്കില്ല, നേരെ എവിടെയെങ്കിലും കണ്ടത്തിലല്ലോ ഒരു ഒറ്റ പെരാന്തനായ ഒരു ഓട്ട. അവർ ഡീലോക്കലൈസ്ഡ് ആണ്. പക്ഷേ നമ്മൾ മുതിർന്നവരായി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ആൻസറിൻ്റെ ഒരാളാണെങ്കിൽ അവിടെ ചെയറിലടിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരുന്നുണ്ട്. നമ്മൾ അല്ലാണ്ട് ചെറിയ കുട്ടികൾ അതിന് ആടിയടി എല്ലാം പറയേണ്ടത് ക്രേസി മാതിരി ഇങ്ങനെ ഓടി നടക്കൂലല്ലോ. ഇയർ ഫിക്സ്ഡ്, ഒരു സ്ഥലത്ത് ഫിക്സ്ഡാണ്. അത് പ്രായം കൂടുമ്പോൾ ഒരു മെച്ചൂരിറ്റി കൂടുമ്പോൾ ഓക്കെ കുറേ ഓടി കളിക്കുന്നതിൽ കാര്യമില്ല, അവിടെ ചെയറിൽ അങ്ങോട്ട് സമാധാനത്തിൽ ഇരിക്കാം. അപ്പോൾ ഇതാ സംഭവം. ലോക്കലൈസ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടി സ്റ്റേബിളാണ്, അത് കുറച്ചും കൂടി ബേസിക് ആണ് കമ്പയർ ടു ഡീലോക്കലൈസ്ഡ്. പെരാന്തനായി മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുട്ടികളിൽ ഓടിക്കളിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ സ്റ്റെബിലിറ്റി ബേസിസിറ്റി കുറഞ്ഞ് ലോൺ പെയർ ഇൻ ആറോമാറ്റിസിറ്റി ഏറ്റവും കുറവ്. യെസ്, ആറോമാറ്റിസിറ്റി അതാണ് ഈ റെസനൻസിൻ്റെ എഫക്റ്റ്. ആറോമാറ്റിക് കോമ്പൗണ്ട്സിൽ അനിലിൻ പോലത്തെ കോമ്പൗണ്ട്സിൽ ഏറ്റവും ലീസ്റ്റ് ബേസിക് ആയിരിക്കും, ബേസിസിറ്റി ഏറ്റവും കുറവായിരിക്കും. ഇവിടെ ബേസിസിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. അതേപോലെ നൈട്രജൻ ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ ഈസ് മോർ ബേസിക് ദാൻ നൈട്രജൻ ഓഫ് sp2 നൈട്രജൻ ഓഫ് sp. അതായത് ഇപ്പോൾ NH2 എന്ന് പറയുന്നതാണ് ടെർഷ്യറി എന്ന് പറയുന്നത് പ്രൈമറി, അതായത് sp3 എനിക്ക് തോന്നുന്നത് ഇതാണ്. ദിസ് ഈസ് മോർ ബേസിക് ദാൻ NH. ഇതിപ്പോൾ ഇത് സെക്കൻഡറി, അല്ലെങ്കിൽ എന്തായി മാറി sp2 ആയിട്ട് മാറി. അതേപോലെ വെറും N, അപ്പോൾ എന്തായി മാറി ഇത് sp ആയിട്ട് മാറി. അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി ബേസിക് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഏതിൽ പറയുന്നില്ല, ബേസിക് നേച്ചറിൽ പറയുന്നില്ല. ഈ ക്വസ്റ്റൻസ് ഒന്നും ഞാൻ തൽക്കാലത്തേക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നിങ്ങളെ എക്സാമിന് ഇങ്ങനത്തെ ലെവലിൽ കൂടി ക്വസ്റ്റൻസ് ഒന്നും വരാറില്ല. അപ്പോൾ ഓക്കെ, ഇത് വിച്ച് വൺ ഓഫ് ദ കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് അസിഡിക് അല്ലേ. അപ്പോൾ സംഭവിക്കും ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ മാത്രം ഞാൻ ചെയ്യുക. ഇവിടെ ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അല്ലേ, ഇതെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, നൈട്രോ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഈ അസിഡിറ്റിൻ്റെ പ്രത്യേകത ഇവിടുന്ന് പെട്ടെന്ന് ഈ OH പൊട്ടിയിട്ട് എന്തായി മാറണം, OH ഗ്രൂപ്പ് പൊട്ടിയിട്ട് H+ പെട്ടെന്ന് റിലീസ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മളെ അസിഡിറ്റി കൂടുന്നത്. അപ്പോൾ അതേ പണിയിലൂടെ നമ്മൾ ഇവരും ചെയ്യുന്നത്. അതായത് ഇയാൾ ഇവിടുന്ന് തൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസിനെ അങ്ങോട്ടേക്ക് വലിച്ച്, ഇയാളും അങ്ങോട്ടേക്ക് വലിച്ച്, ഇയാൾ ഇങ്ങോട്ടേക്ക് വലിച്ച്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എടുക്കുന്ന ഈ ബോണ്ട് പൊട്ടുന്നത് വെറും 2 സെക്കൻഡോടെ പൊട്ടി പോയി. അതുകൊണ്ടാണ് ദിസ് ബിക്കെയിം ദ മോസ്റ്റ് അസിഡിക് കോമ്പൗണ്ട്. ഇതിന് ആക്ച്വലി പറയുന്ന പേരെന്താ പറയുക, 2,4,6 ട്രൈനൈട്രോ ഫീനോൾ. ഇത് കേട്ടിട്ട് ഫീൽ വരുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കോമൺ നെയിമും കൂടി പറഞ്ഞുതരാം, പിക്രിക് ആസിഡ്. യെസ്, പിക്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം കോമൺ നെയിമാണ്. പിക്രിക് ആസിഡ് എന്നാണ് ഈ കോമ്പൗണ്ട് നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര്. 2,4,6 ട്രൈനൈട്രോഫീനോൾ ഇസ് ദ മോസ്റ്റ് അസിഡിക് ഇൻ ദ ഗിവൺ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലേ, എൻട്രൻസിനല്ലേ ചോദിക്കുന്ന ലെവൽ കണ്ടു മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതാണ് ആക്ച്വലി. അപ്പോൾ ആ ആപ്ലിക്കേഷൻ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ആക്ച്വലി ക്വസ്റ്റിന് ഞാൻ ചിലപ്പം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എൻട്രൻസ് ലെവലിൽ ചെയ്യണമെങ്കിൽ എന്ത് നോളജ് വേണം? ഞാൻ പറഞ്ഞ മാതിരി പോയി ഈ അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് എല്ലാം അതിൻ്റെ ടോപ്പിക്ക് പഠിക്കണം. എന്നാൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒന്നും അധികം പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും പിന്നെ അധികം ചെയ്യിപ്പിക്കുന്നത്. ഇതെല്ലാം പറയും, ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ക്വസ്റ്റൻസ് അല്ലേ, ഇതെല്ലാം ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചാണ്. പക്ഷേ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് എനിക്ക് ബേസിക് നേച്ചറിനെ പറ്റിയിട്ട് ഓർത്തോ എഫക്റ്റിനെ പറ്റി പറയുന്നത്. നാളെ അല്ല മറ്റന്നാൾ നമ്മൾ ആറോമാറ്റിസിറ്റി എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കിലേക്ക് വരുന്നതായിരിക്കും. സോ GOC റിയാക്ഷൻ മെക്കാനിസം പാർട്ട് 9 ലോഡിംഗ്. ഓക്കെ, താങ്ക് യു ഫോർ ടുഡേ.